CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും രാസലഹരി വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളായ 4 പേരെ അരീക്കോട് പോലീസ് പിടികൂടി. ഓപ്പറേഷൻ തൂഫാൻ റെയ്ഡിൽ അരീക്കോട് കൈപ്പക്കുളത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് 13 ഗ്രാമിലധികം MDMA-യുമായി സംഘം വലയിലായത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിദ്യാർത്ഥികളുമായി സർവീസ് നടത്തിയ സ്കൂൾ ബസ് മണ്ണാർക്കാട് ജോയിന്റ് RTOയുടെ നേതൃത്വത്തിലുള്ള മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പിടികൂടി. മണ്ണാർക്കാട് KTM ഹൈസ്കൂളിലെ കുട്ടികളുമായി പോയ ബസ്സാണ് നിയമലംഘനം നടത്തി ഓടിയതിന് കസ്റ്റഡിയിലെടുത്തത്. രേഖകളില്ലാതെ അനധികൃതമായി കടത്തുകയായിരുന്ന 68,37,000 രൂപയുമായി 4 തമിഴ്നാട് സ്വദേശികളെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച പുലർച്ചെ അങ്ങാടിപ്പുറത്ത് വെച്ചായിരുന്നു പരിശോധന. താഴേക്കോട് പഞ്ചായത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റുന്നതിന്റെ മറവിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വൻമരങ്ങൾ മുറിച്ചു കടത്തിയതായും സംഭവത്തിൽ 17-ാം വാർഡ് ഇടതുപക്ഷ മെമ്പർ രാജിവെക്കണമെന്നും താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ്. സംഭവത്തിൽ ഉൾപ്പെട്ടവരെ ഉടൻ കണ്ടെത്തി ശിക്ഷ ഉറപ്പാക്കണമെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിദ്യാർത്ഥികളുമായി സർവീസ് നടത്തിയ സ്കൂൾ ബസ് മണ്ണാർക്കാട് ജോയിന്റ് RTOയുടെ നേതൃത്വത്തിലുള്ള മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പിടികൂടി. മണ്ണാർക്കാട് KTM ഹൈസ്കൂളിലെ കുട്ടികളുമായി പോയ ബസ്സാണ് നിയമലംഘനം നടത്തി ഓടിയതിന് കസ്റ്റഡിയിലെടുത്തത്. സാധാരണ ഒരു വണ്ടി ഞങ്ങൾ റോഡിൽ നിന്ന് കൈ കാണിച്ചു മുമ്പ് നിലവിൽ ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് ഈ മാസം 10-ാം തീയതിക്ക് കഴിഞ്ഞതാണ്. സാധാരണഗതിയിൽ ഫിറ്റ്നസ് എടുക്കാത്ത സ്കൂൾ വാഹനങ്ങളെ ഞങ്ങൾ നേരിട്ട് പോയിട്ട് സ്കൂളിൽ പോയി പിടിക്കുന്നതാണ്. ഇത് ഞങ്ങളെ ശ്രദ്ധപ്പെടാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മണ്ണാർക്കാട് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണ്. മണ്ണാർക്കാട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ഈ വാഹനം ഞങ്ങൾ ഇതിന് മുന്നേ പിടിച്ചേനെ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് റോഡിലിറങ്ങി തടുക്കേണ്ടി വരുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് KTM-ൽ ഓടാനുള്ള വാഹനം എന്നുള്ളത് മണ്ണാർക്കാട് ആറ്റോമിൽ രജിസ്റ്റർ ചെയ്ത് ഓടാൻ പാടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് പെർമിറ്റ് അപ്പം ഇല്ല. കുട്ടികളെ കയറ്റിപ്പോവുകയായിരുന്ന ബസ് മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് ഉദ്യോഗസ്ഥർ ബസിനെ പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു. വാഹനത്തിന്റെ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഗുരുതരമായ മറ്റു ക്രമക്കേടുകൾ കൂടി പുറത്തുവന്നത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ഒരു സ്കൂളിന്റെ പേരിലാണ് നിലവിൽ ഈ ബസിന്റെ രേഖകളുള്ളത്. എന്നാൽ വാഹനം സർവീസ് നടത്തുന്നത് മണ്ണാർക്കാടുമാണ്. മണ്ണാർക്കാട് RTOയുടെ ഔദ്യോഗിക ഡാറ്റയിൽ ഉൾപ്പെടാത്തതും ഫിറ്റ്നസ് പോലുമില്ലാതെ കുട്ടികളെയുമായി നിരത്തിലിറങ്ങിയതും അതീവ ഗുരുതരമായ വീഴ്ചയാണെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് റഫീഖ് വ്യക്തമാക്കി. രജിസ്റ്റർ ചെയ്യാത്ത വാഹനമാണ്. അപ്പൊ ഇതുപോലുള്ള പല വാഹനങ്ങളും സർവീസ് നടത്താനായിട്ട് ഇപ്പൊ നമ്മളുടെ ശ്രദ്ധയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സമയവും സ്കൂൾ ടൈമുകളിൽ സ്കൂളിലേക്ക് കുട്ടികൾ വരേണ്ട സമയങ്ങളിൽ ഞങ്ങൾ റോഡിലിറങ്ങി വാഹനം പരിശോധിക്കുകയാണ്. അങ്ങനത്തെ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് കുട്ടികളെ ഇറക്കിക്കൊണ്ടുവരായിരുന്ന വാഹനം ടിപ്പു സുൽത്താൻ റോഡ് മുക്കണ്ണത്ത് വെച്ചിട്ട് ഞങ്ങൾ കണ്ടത്. അതിന്റെ പുറകിൽ വരികയായിരുന്നു. ഈ സ്കൂളാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ചും കൂടെ റെപ്യൂട്ടഡ് ആയിട്ട് നടത്തപ്പെടുന്ന സ്കൂളുകളുടെ ലിസ്റ്റിലാണ് ഞങ്ങൾ ഈ സ്കൂളൊക്കെ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സ്കൂളിലേക്ക് വാഹനം കയറ്റിയപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴുള്ള അവസ്ഥ വാഹനത്തിൽ നിറയെ കുട്ടികളെയായിട്ട് സർവീസ് നടത്താൻ തയ്യാറായി ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. തൽക്കാലം നമ്മൾ വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്ത് കുട്ടികളെ മറ്റുള്ള യാത്രാ സൗകര്യത്തിന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ അധ്യാപകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കി ഡ്രൈവറോടും ഇതിന്റെ ചാർജുള്ള അധ്യാപകനോടും ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് ജോയിന്റ് RTO കണ്ട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഫിറ്റ്നസ് ഇല്ലാത്തതിനും പെർമിറ്റ് ഇല്ലാത്തതിനും ബാക്കിയുള്ള നമ്മൾ വാഹനം പരിശോധിച്ച് കണ്ട ഒഫൻസുകളുടെ പേരിൽ ഇപ്പോൾ നമ്മൾ ഈ ചലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ സുരക്ഷയ്ക്കാണ് വകുപ്പ് പ്രഥമ പരിഗണന നൽകുന്നത്. നിയമലംഘനം നടത്തിയ സ്കൂൾ അധികൃതർക്കും ബസ് ഡ്രൈവർക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും RTO അറിയിച്ചു. CCN മണ്ണാർക്കാട്. താഴേക്കോട് പഞ്ചായത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റുന്നതിന്റെ മറവിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വൻമരങ്ങൾ മുറിച്ചു കടത്തിയതായും സംഭവത്തിൽ 17-ാം വാർഡ് ഇടതുപക്ഷ മെമ്പർ രാജിവെക്കണമെന്നും താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ്. സംഭവത്തിൽ ഉൾപ്പെട്ടവരെ ഉടൻ കണ്ടെത്തി ശിക്ഷ ഉറപ്പാക്കണമെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. താഴേക്കോട് പഞ്ചായത്തിലെ 16-17 വാർഡുകളിലെ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പൊതുശ്മശാനം, അതുപോലെ തന്നെ MCF,
അതുപോലെ ആയുർവേദിക് ഹോസ്പിറ്റൽ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് കഴിഞ്ഞ ഒരാഴ്ചയുടെ ഉള്ളിലായിട്ട് വ്യാപകമായ മരം മോഷണം പോയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് ബോർഡിൻ്റെ തീരുമാനപ്രകാരം അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ചില്ലകൾ വെട്ടുന്നതിന് വേണ്ടി പഞ്ചായത്തിലെ 17ാം വാർഡ് മെമ്പർക്ക് ചില്ലകൾ വെട്ടാനുള്ള അനുമതി നൽകിയിരുന്നു. അദ്ദേഹമാണ് ആ കാര്യം ഏറ്റെടുത്തിരുന്നത്. പക്ഷേ മരച്ചില്ലകൾ വെട്ടുന്നതിൻ്റെ മറവിൽ നടന്നിരിക്കുന്നത് വളരെ വ്യാപകമായ നമ്മയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പകൽക്കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഏകദേശം 50-ലധികം വരുന്ന വ്യത്യസ്തങ്ങളായ മരങ്ങൾ, ലക്ഷക്കണക്കിന് രൂപ വരുന്ന മരങ്ങളാണ്, പൊതു സ്വത്തുകളാണ് നശിപ്പിച്ചിരിക്കുന്നത്, മോഷണം പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് ഇതൊരു പൊതുമുതൽ അപഹരിക്കലാണ്. മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ നിലവിലുള്ള 17ാം വാർഡിലെ ഇടത് മെമ്പർ, അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വളരെയധികം സംശയിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 24 ചേർന്ന താഴേക്കോട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് അപകടാവസ്ഥയിലുള്ള മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിനുള്ള ചുമതല 17ാം വാർഡ് മെമ്പറെ ഏൽപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എന്നാൽ ഈ ചുമതല ദുരുപയോഗം ചെയ്ത് വ്യാപകമായ അഴിമതിയും മരം കൊള്ളയുമാണ് പ്രദേശത്ത് നടത്തിയതെന്നാണ് യൂത്ത് ലീഗിന്റെ ആരോപണം. താഴേക്കോട് പഞ്ചായത്തിലെ 16ാം വാർഡിലെ പൊതുശ്മശാനം, 17ാം വാർഡിലെ MCF, ആയുർവേദ ആശുപത്രി പരിസരം എന്നിവിടങ്ങളിൽ നിന്നാണ് വ്യാപകമായി മരങ്ങൾ മുറിച്ചു കടത്തിയത്. അപകടാവസ്ഥയിലുള്ള ചില്ലകൾ മാത്രം വെട്ടിമാറ്റാനെന്ന വ്യാജേന ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന വൻ മരങ്ങളാണ് മുറിച്ചു മാറ്റിയതെന്നും ഇത് വ്യക്തമായ പൊതുമുതൽ കൊള്ളയാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഈ മരക്കച്ചവടക്കാരൊക്കെ പറയുന്ന പോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ, ഏകദേശം 6 ലക്ഷം രൂപ, 6 ലക്ഷം രൂപയുടെ മരങ്ങൾ, 55 വൃക്ഷങ്ങളുടെ കുറ്റികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ആയുർവേദ ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡിൽ, അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ തീരത്ത്, നമ്മുടെ താജിന് നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ മുൻവശത്തുള്ള 2 വൃക്ഷങ്ങൾ, അങ്ങനെ ഇത് നമ്മളൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു മോഷണമാണ് അവിടെ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും സമാനമായിട്ടുള്ള ഒരു വിഷയം നടന്നു എന്നുള്ളത് ഇതൊക്കെ ഇതിന്റെ ഒരു തുടർച്ച എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് ഈ തടി കയറ്റി വരുന്ന വാഹനത്തെ തിരിച്ച് വ്യവസായ പ്ലോട്ടിലേക്ക് തന്നെ അയച്ച് അന്ന് അവിടെ ഉപേക്ഷിച്ച മരങ്ങള്, അതായത് ഒരു വൃക്ഷം എങ്ങനെയാണോ കൊണ്ടുപോകുന്നത്, കട്ട് ചെയ്ത് ഒരു പ്ലാവൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന രൂപത്തിൽ ഇന്നും ചെതല് പിടിച്ച് അവിടെ കിടക്കുകയാണ്. സംഭവത്തിന് നേതൃത്വം നൽകിയതായി ആരോപിക്കപ്പെടുന്ന മെമ്പർ എത്രയും വേഗം സ്ഥാനം രാജിവെക്കണമെന്ന് വാർത്താ സമ്മേളനത്തിൽ യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി KM ഫത്താഹ്, താഴേക്കോട് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഉബൈദ്, വാർഡ് മെമ്പർ മുഹമ്മദ് അലി, മുൻ മെമ്പർ സുലൈമാൻ, യൂത്ത് ലീഗ് ഭാരവാഹി സ്വാലിഹ് എന്നിവർ ആവശ്യപ്പെട്ടു. CCN പെരിന്തൽമണ്ണ. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും രാസലഹരി വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളായ 4 പേരെ അരീക്കോട് പോലീസ് പിടികൂടി. ഓപ്പറേഷൻ തൂഫാൻ റെയ്ഡിൽ അരീക്കോട് കൈപ്പക്കുളത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് 13 ഗ്രാമിലധികം MDMA-യുമായി സംഘം വലയിലായത്. പൂക്കളത്തൂർ സ്വദേശി വാര്യംകുന്നത്ത് മുഹമ്മദ് ദിൽഷാദ്, തൃപ്പനച്ചി സ്വദേശി കുന്നിക്കൽ ഷഹൽ നമാസ്, കാരാപ്പറമ്പ് സ്വദേശി മുണ്ടിയൻകുന്നത്ത് സജ്മീർ, കൊല്ലം അഞ്ചൽ സ്വദേശിനി ഫിദ ഫാത്തിമ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിൽ ഫിദ ഫാത്തിമ ബാംഗ്ലൂരിലെ കോളേജ് വിദ്യാർത്ഥിനിയാണ്. പിടിയിലായ ഷഹൽ നമാസും ഫിദ ഫാത്തിമയും ബാംഗ്ലൂരിൽ ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. പ്രതിയായ സജ്മീറിനു വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വൻതോതിൽ ലഹരിമരുന്ന് കേരളത്തിലേക്ക് കടത്തുകയായിരുന്നു ഇവരുടെ രീതി. അന്തർ സംസ്ഥാന ബസ്സുകളിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ കുടുംബസമേതമുള്ള യാത്രക്കാരാണെന്ന് വരുത്തി തീർക്കാനും പോലീസ് പരിശോധനകളിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാനുമാണ് വിദ്യാർത്ഥിനിയെ ഇവർ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. അറസ്റ്റിലായ ദിൽഷാദും സജ്മീറും മുൻപും ലഹരി കേസുകളിൽപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരാണ്. കോടതിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ഇവർ വീണ്ടും ലഹരി വിൽപ്പനയിൽ സജീവമായത്. മഞ്ചേരി, അരീക്കോട്, കാവന്നൂർ, പൂക്കളത്തൂർ, തൃപ്പനച്ചി മേഖലകളിലെ ക്യാമ്പസുകളെയും യുവാക്കളെയുമാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്.
CCN പെരിന്തൽമണ്ണ. കാണാതായ ഗൃഹനാഥനെ വീടിന് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അലനല്ലൂർ പാക്കത്തുകുളമ്പ് പനക്കാത്തോട്ടത്തിൽ 60 വയസ്സുള്ള കണ്ണൻകുട്ടിയെയാണ് അംഗൻവാടിക്ക് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹം കുറച്ചു കാലമായി മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകിട്ട് മകൻ ഫുട്ബോൾ കളി കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്തും കണ്ണൻകുട്ടി വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോഴാണ് ഇദ്ദേഹത്തെ കാണാതായ വിവരം വീട്ടുകാർ അറിയുന്നത്. തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് അംഗൻവാടിക്ക് സമീപത്തെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് നാട്ടുകാർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. CCN ചത്തല്ലൂർ. നിർമ്മിത ബുദ്ധിയും സാങ്കേതികതയിൽ ഊന്നിയുള്ള സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കി ഉന്നത കരിയർ നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ബ്രെയിൻ സിറ്റി ഗ്ലോബൽ അക്കാദമി കടമ്പഴിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ, തൊഴിൽ നൈപുണ്യ പരിശീലനം, മത്സര പരീക്ഷാ പരിശീലനം, വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക കോച്ചിംഗ് എന്നിവ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്ന അക്കാദമിയുടെ ഉദ്ഘാടനം ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ നിർവഹിച്ചു. ധാരാളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത അനുമോദന ചടങ്ങോടെയാണ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചത്. AI-യുടെ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ശരിയായ കരിയർ തിരഞ്ഞെടുക്കാൻ ബ്രെയിൻ സിറ്റി ഗ്ലോബൽ അക്കാദമി സഹായകമാകുമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MLA പറഞ്ഞു. നമ്മുടെയൊക്കെ കുട്ടികൾക്ക്, രക്ഷിതാക്കൾക്ക് ഉള്ള ഒരു ആശങ്ക അവരുടെ ഭാവിയെ സംബന്ധിച്ച്, പഠനത്തെ സംബന്ധിച്ച് കൃത്യമായും ഉള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരം ആശങ്കകളെ പൂർണ്ണമായും അത് പരിഹരിക്കുക എന്നല്ല, സാധ്യമായിടത്തോളം അവർക്ക് ആശ്വാസം നൽകാൻ, നല്ല ഗൈഡൻസ് നൽകാൻ, സ്ഥിരവരുമാനമുള്ള ഒരു തൊഴിലും അതിന് ആ നിലയിലുള്ള ഒരു സാഹചര്യവും ഒക്കെ ഒരുക്കാൻ, ഡെഡിക്കേറ്റഡായി ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ബ്രെയിൻ സിറ്റിക്ക് കഴിയട്ടെ എന്ന്, ബ്രെയിൻ സിറ്റി ഗ്ലോബൽ അക്കാദമിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരാൾ കടമ്പഴിപ്പുറം കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെ ഇത്തരം ഒരു സ്ഥാപനം ആരംഭിക്കുകയും ആ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്താണ് എന്ന് തുടക്കം മുതൽ തന്നെ കൃത്യമായി മറ്റുള്ളവരോട്, സമൂഹത്തോട് പറയുകയും ചെയ്യുന്ന ഒരു നല്ല ചടങ്ങാണ്. സ്വദേശത്തും വിദേശത്തും ഏറെ ജോലി സാധ്യതകളുള്ള നിർമ്മിത ബുദ്ധി, IT കോഴ്സുകൾ, ഗവൺമെന്റ് അംഗീകാരമുള്ള കമ്പ്യൂട്ടർ കോഴ്സുകൾ, ഡിജിറ്റൽ അക്കൗണ്ടിംഗ് കോഴ്സുകൾ, സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അബാക്കസ് പരിശീലനം എന്നിവ ഇവിടെ ലഭ്യമാണ്. കൂടാതെ നിരവധി സ്കോളർഷിപ്പുകൾ, പരീക്ഷാ പരിശീലനങ്ങൾ, തൊഴിലന്വേഷകർക്കായി PSC, ബാങ്കിംഗ്, SSC കോച്ചിംഗ് എന്നിവയും കരിയർ ഗൈഡൻസ്, ജോബ് കൺസൾട്ടൻസി, ജനസേവന കേന്ദ്രം തുടങ്ങിയ സേവനങ്ങളും ബ്രെയിൻ സിറ്റിയിൽ ലഭ്യമാണ്. ബ്രെയിൻ സിറ്റി ഗ്ലോബൽ അക്കാദമി ഇന്ന് കടമ്പഴിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയും സ്കിൽ ഡെവലപ്മെന്റും കോർത്തിണക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് ഇന്ന് ഈ മത്സര പരീക്ഷകളിലും മറ്റും വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടി ബ്രെയിൻ സിറ്റി നിങ്ങളോടൊപ്പം യാത്ര തുടരുകയാണ്. സ്കിൽ ഡെവലപ്മെന്റും എക്സലൻസ് സെന്ററും ഉൾപ്പെടെ കരിയർ ഗൈഡൻസിനും ജോബ് കൺസൾട്ടൻസിക്കും ഉതകുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് ബ്രെയിൻ സിറ്റി ഗ്ലോബലുമായി ബന്ധപ്പെടാം. ചടങ്ങിൽ പ്രൊഫസർ G. ദിലീപ് അധ്യക്ഷത വഹിച്ചു. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് ബോധവൽക്കരണ സെഷന് പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് ASI ഫസലുർ റഹീം നേതൃത്വം നൽകി. പബ്ലിക് സർവീസ് കമ്മീഷൻ നടക്കുന്ന പരീക്ഷയ്ക്കാണെങ്കിലും വേറെ പ്രൈവറ്റ് എക്സാം ആണെങ്കിലും അവിടെ ഇഷ്ടം പോലെ കുട്ടികളാണ്. ഇപ്പോൾ ഒരുപാട് കുട്ടികളുടെ ജോബ് വെരിഫിക്കേഷൻ നടത്തുന്നുണ്ട്. വാട്ട് ഈസ് ജോബ് വെരിഫിക്കേഷൻ? നമുക്ക് ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ഇപ്പോൾ ആവശ്യമാണ്, അല്ലെ? നമ്മൾ നന്നായി പഠിച്ചത് കൊണ്ട് നമുക്ക് ജോലി കിട്ടിക്കോളണമെന്നില്ല. നന്നായി പഠിച്ച് നല്ല കുട്ടിയായിട്ട് ഒരു കേസിലും പെടാതെ, ഒരു ക്രിമിനൽ കേസിലും പെടാതെ നമ്മൾ ജീവിക്കണം.
കടമ്പഴിപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കൃഷ്ണൻകുട്ടി, രാമചന്ദ്രൻ, അനീഷ്, NM ഇന്ദിര എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിക്കുന്ന അനുമോദന സദസ്സും ഇതോടൊപ്പം നടന്നു. കോളേജിലെ അർജുൻ പി, കെ നാരായണൻ, സാന്ത്വന കേന്ദ്രത്തിനുള്ള ബ്രെയിൻ സിറ്റിയുടെ സ്നേഹോപഹാരം ആമനയിൽ നിന്നും MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഏറ്റുവാങ്ങി. അക്കാദമി ഡയറക്ടർ സുബൈർ പാറയ്ക്കൽ സ്വാഗതവും ഷിഫ നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏലംകുളം യൂണിറ്റ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം വരിച്ച കുട്ടികൾക്കായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹീന ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ ഭാരതി അനുമോദന സന്ദേശം നൽകി. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏലംകുളം യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് അലി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. രേഖകളില്ലാതെ അനധികൃതമായി കടത്തുകയായിരുന്ന 68,37,000 രൂപയുമായി 4 തമിഴ്നാട് സ്വദേശികളെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച പുലർച്ചെ അങ്ങാടിപ്പുറത്ത് വെച്ചായിരുന്നു പരിശോധന. മധുര സ്വദേശികളായ കതിരവൻ, ശരവണൻ, രാമമൂർത്തി, ബാലു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. മധുരയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ഇവർ സഞ്ചരിച്ച സ്വകാര്യ ബസ്സിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച പുലർച്ചെ അങ്ങാടിപ്പുറത്ത് വെച്ചായിരുന്നു പരിശോധന. ബസ് തടഞ്ഞു നിർത്തി പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് യാത്രക്കാരായ 4 അംഗ സംഘത്തിൽ നിന്നും രേഖകളില്ലാത്ത വൻ തുക കണ്ടെടുത്തത്. പെരിന്തൽമണ്ണ CI സുമേഷ് സുധാകരൻ, ASI രാമകൃഷ്ണൻ, സുരേന്ദ്രബാബു എന്നിവരുടെ ഒപ്പം ക്രൈം സ്ക്വാഡും ചേർന്നാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. പിടിച്ചെടുത്ത പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും ഇത് ആർക്ക് കൈമാറാനാണ് കൊണ്ടുവന്നതെന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. കുമരംപുത്തൂർ കുളപ്പാടം പുല്ലറോഡ് കുന്ന് യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെയും ആദരിച്ചു. അനുമോദന സമ്മേളനം കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സ്മിത ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു നാട്ടിലെ എല്ലാ മേഖലയിലുള്ളവരെയും തൊട്ടറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയതിൽ അവരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഈ ഒരു അനുമോദന സദസ്സും അവർ സംഘടിപ്പിച്ചിരിക്കുന്നു. അതിൽ പലതരത്തിലുള്ള വേറിട്ട ഒരു അനുഭവം തന്നെയാണ്. എല്ലാവരും 10ാം ക്ലാസ് +2 ഫുള്ള് A+ കിട്ടിയവരെയൊക്കെ അനുമോദിക്കുമെങ്കിലും ഇങ്ങനെ എല്ലാ മേഖലയിലുള്ളവരെ അനുമോദിക്കുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒന്ന് നടക്കുന്നത്. എന്തായാലും അവരെത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ നടത്തേണ്ടത്. പാലിയേറ്റീവ് രംഗത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോൾ ഇവിടെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ടവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അത്രയും നല്ലൊരു പ്രവർത്തനമാണ് അവരും കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ 34 വർഷത്തോളമായി സാമൂഹിക സാംസ്കാരിക വികസന മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് പ്രദേശത്തെ LSS, USS, SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയുമാണ് അനുമോദിച്ചത്. ഇതോടൊപ്പം വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നും റാങ്ക് നേടി വിജയിച്ചവർ, ജീവകാരുണ്യ മേഖലയിലും ആരോഗ്യ മേഖലയിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർ, പുതിയതായി സർക്കാർ സർവീസിൽ ജോലി പ്രവേശനം നേടിയവർ എന്നിവർക്കും ചടങ്ങിൽ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. അടുത്തത് KSFയിൽ ശരണ്യ, ആതിര, പ്രിയ.
യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് രാമചന്ദ്രൻ പുല്ലറോട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK മുഹമ്മദ് ഷമീർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ക്ലബിന്റെ മുൻ പ്രസിഡന്റ് നല്ലൂർ ദയാനന്ദൻ, മുൻ സെക്രട്ടറി ശിവനാരായണൻ പുല്ലറോട്ടിൽ എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനായ വാസുദേവൻ, സുലോചന, ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് സന്തോഷ് പുല്ലാട്ടുകുഴിയിൽ, ശ്രീജിത്ത് K മേനോൻ എന്നിവരും ക്ലബ്ബ് അംഗങ്ങളായ പ്രദീപ് കുമാർ, ജോജി, അജിത്, സഹദേവൻ, സഞ്ജയ് റാം, അനുരാഗ് തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. CCN മണ്ണാർക്കാട്. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ CCST കോളേജ് ജൂലൈ 4 ശനിയാഴ്ച ക്യാമ്പസിൽ വെച്ച് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. IT, ലോജിസ്റ്റിക്സ്, BPO, ബാങ്കിംഗ്, മാർക്കറ്റിംഗ്, HR തുടങ്ങിയ വിവിധ തൊഴിൽ മേഖലയിലെ പ്രമുഖ കമ്പനികളാണ് ഈ മേളയിൽ ഉദ്യോഗാർത്ഥികളെ തേടിയെത്തുന്നത്. പ്രമുഖ കമ്പനികൾ മേളയുടെ ഭാഗമാകും. ഇതിനു പുറമെ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഗ്രാന്റ് എന്ന പ്രമുഖ റിക്രൂട്ടിംഗ് ഏജൻസിയും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. +2 അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ തൊഴിൽ മേളയിൽ പങ്കെടുക്കാവുന്നതാണ്. മികച്ച കമ്പനികളിൽ കരിയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണാവസരമാണ്. അവസരങ്ങൾ പരിമിതിയായതിനാൽ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746 273535 8848 1238 69 812953 6412 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. CCN ചെർപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും രാസലഹരി വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളായ 4 പേരെ അരീക്കോട് പോലീസ് പിടികൂടി. ഓപ്പറേഷൻ തൂഫാൻ റെയ്ഡിൽ അരീക്കോട് കൈപ്പക്കുളത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് 13 ഗ്രാമിലധികം MDMA-യുമായി സംഘം വലയിലായത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിദ്യാർത്ഥികളുമായി സർവീസ് നടത്തിയ സ്കൂൾ ബസ് മണ്ണാർക്കാട് ജോയിന്റ് RTOയുടെ നേതൃത്വത്തിലുള്ള മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പിടികൂടി. മണ്ണാർക്കാട് KTM ഹൈസ്കൂളിലെ കുട്ടികളുമായി പോയ ബസ്സാണ് നിയമലംഘനം നടത്തി ഓടിയതിന് കസ്റ്റഡിയിലെടുത്തത്. രേഖകളില്ലാതെ അനധികൃതമായി കടത്തുകയായിരുന്ന 68,37,000 രൂപയുമായി 4 തമിഴ്നാട് സ്വദേശികളെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച പുലർച്ചെ അങ്ങാടിപ്പുറത്ത് വെച്ചായിരുന്നു പരിശോധന. താഴേക്കോട് പഞ്ചായത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റുന്നതിന്റെ മറവിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വൻമരങ്ങൾ മുറിച്ചു കടത്തിയതായും സംഭവത്തിൽ 17-ാം വാർഡ് ഇടതുപക്ഷ മെമ്പർ രാജിവെക്കണമെന്നും താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ്. സംഭവത്തിൽ ഉൾപ്പെട്ടവരെ ഉടൻ കണ്ടെത്തി ശിക്ഷ ഉറപ്പാക്കണമെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.